ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സംയുക്ത സംഘം 19-ന് വയനാട്ടിലെത്തുമെന്ന് മന്ത്രി കെ രാജൻ. ദുരിതബാധിതർക്ക് താൽക്കാലിക പുനരധിവാസത്തിന് 65 കെട്ടിടങ്ങൾ കണ്ടെത്തി. പുനരധിവാസത്തിനായി രൂപരേഖ തയ്യാറാക്കി. നിലവിൽ ക്യാമ്പുകളിലുള്ളത് 1284 പേരെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 599 കുടുംബങ്ങളിലെ 2 ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളും 437 കുട്ടികളും ഉൾപ്പെടെ 1784 പേരാണ് ഇന്നത്തെ കണക്കനുസരിച്ച് ചൂരൽമലയിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട് ക്യാമ്പുകളിൽ കഴിയുന്നത്. ക്യാമ്പുകളിൽ താമസിക്കുന്നവരുടെ താൽക്കാലികമായിട്ടുള്ള പുനരധിവാസത്തിന്റെ സംവിധാനങ്ങളെ സംബന്ധിച്ചാണ്. അതിനായി നേരത്തെ തന്നെ കെട്ടിടങ്ങളുടെ കാര്യത്തിൽ ഒരു കൃത്യമായ കണക്ക് ലഭ്യമാക്കാൻ LSTയെയും PWDയുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ അയച്ചിരുന്നു. അതനുസരിച്ച് റെഡി ടു ഒക്യുപ്പൈ എന്ന വിധത്തിൽ LSTയുടെ 41 കെട്ടിടങ്ങളും PWDയുടെ 24 കെട്ടിടങ്ങളും ഉൾപ്പെടെ 65 കെട്ടിടങ്ങൾ ഏത് സമയത്തും താമസിക്കാൻ ഉതകുന്ന വിധത്തിൽ നമുക്ക് ലഭ്യമായിട്ടുണ്ട്.